നേരത്തെ പറയാം ചെങ്കാറ് ഞങ്ങൾ വന്ന് ഏകദേശം 3/4 മണിക്കൂർ ചെങ്കാറ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി പോവുകയാണ്. നമുക്ക് ബോട്ട് കടന്ന്, അതായത് ജങ്കാറ് കടന്ന് അക്കരയ്ക്ക് പോകണം. ചേർത്തലയിലാണ് പരിപാടി. നമ്മൾ വൈക്കം ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ നമുക്ക് ജങ്കാറുണ്ട്, 12:30-ക്ക് ജങ്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ജങ്കാറെത്തി. ഒത്തിരി വണ്ടിയുണ്ട് കേട്ടോ. അപ്പം കുറേ നാളെ ഈ ജങ്കാറിലൊക്കെ കയറി പോയിട്ട്. കാറയിലായിട്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇതിൽ കയറി പോകണം ഓർക്കാൻ നേരത്ത്. പിന്നെ എന്നാലും ഒരു രസമല്ലേ, നമ്മൾ കാറ് കായലിൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയല്ലേ. കാറിൽ ഇരുന്നാണ് നമ്മൾ അതിനകത്ത് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ വണ്ടികൾ ഓരോന്നായിട്ട് ഇറങ്ങി. നമ്മുടെ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കാണ് നേരെ കയറാനായിട്ട്. അങ്ങനെ വണ്ടിയൊക്കെ ജങ്കാറിൽ കയറ്റി കാറിലിരുന്നാണുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അത് കാണുന്നതാണ് വൈക്കം KTDC ആണ്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ പോവാണ്. അപ്പോൾ നമ്മുടെ നൈനു ആദ്യമായിട്ടാണ് ബോട്ടിൽ ജങ്കാറിലൊക്കെ കയറുന്നത്. അപ്പോൾ അവനും അത്ഭുതം, വെള്ളം കണ്ടിട്ട്. അങ്ങനെ നമ്മൾ പരിപാടിക്ക് എത്തി കേട്ടോ. ഇത് ഒരു നന്ദുവിൻ്റെ ചിറ്റയുടെ പെരവാസ്തൂലിയായിരുന്നു. നമ്മൾ അവിടെയാണ് എത്തിയത്. പാലുകാച്ച് 12 മണിക്കാണ്. നമുക്ക് പിന്നെ ബോട്ടൊക്കെ കിട്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയപ്പോൾ ഒരു സമയമായിട്ടോ. പാലുകാച്ചിൽ കഴിഞ്ഞു. പിന്നെ അവിടെ ആൾക്കാർ പെരവാസ്തൂലി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതേ നന്ദുവിൻ്റെ അപ്പച്ചിയും കുഞ്ഞുവാവയൊക്കെ വന്നു. അത് കണ്ട് ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. വീടൊക്കെ അടിപൊളി വീടാണ്. അവിടുത്തെ ചടങ്ങിനുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വീടൊക്കെ ഒന്ന് പയ്യെ ഒന്ന് പോയി കാണാമെന്നൊക്കെ കരുതി പയ്യെ ഒന്ന് പോവുകയാണ്. ഓപ്പൺ കിച്ചനാണ്, അതാണ് കിച്ചൺ. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് വീട് പണിതിരിക്കുന്നതായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു വീടുകളൊക്കെ കാണാനായിട്ട്. മേളിലോട്ട് റൂമുണ്ട്. ഇത് വാഷിംഗ് ഏരിയ ആണ്, നന്നായിട്ടുണ്ട്. അവിടെ ചെണ്ടയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ബാത്റൂമാണ്. പിന്നെ നമ്മൾ മേളിലോട്ടാണ് പോകുന്നത്. ഈ സൈഡിലും ഒരു റൂമുണ്ട്, ഇതൊരു റൂമാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു റൂമും കൂടി ഉണ്ട്. ഇത് വേറൊരു റൂമാണ് കേട്ടോ. വലിയ റൂമാണ്, അത്യാവശ്യം നല്ലൊരു വലിയ റൂമാണ്. അവിടെ പുതിയ കട്ടിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർഭാടമല്ലെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ മേളിലോട്ട് സ്റ്റെയർ കയറി പോവാണ്. മേളിലും ഒരു റൂമുണ്ട്. അപ്പോൾ നമ്മൾ മേളിലോട്ട് കയറിപ്പോയി നോക്കാം കേട്ടോ. ഇവിടെ ഒരു റൂമുണ്ട്, അതും അത്യാവശ്യം വലിയ റൂമാണ്. അവിടെ ആരൊക്കെ ഉണ്ട് ഞാനതൊട്ട് തുറന്നു നോക്കിയില്ല കേട്ടോ. ഇത് ഓപ്പൺ ടെറസാണ്. അതിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ ഫ്ലോട്ട് തിരിച്ച് ആളുകൾ അവിടെ വീട് പണിയാനുണ്ട്. ഇതാണിപ്പോൾ ആദ്യം പെരവാസ്തുവിൽ കഴിഞ്ഞ വീട്. മറ്റു വീടുകളൊക്കെ അവിടെ ചുറ്റുമുണ്ട് കേട്ടോ. നിറച്ച് വീടൊക്കെ ഉള്ള ഏരിയയാണ്, ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല, നല്ല സ്ഥലം തന്നെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വീട് കാണാനൊക്കെ. പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അങ്ങോട്ട് ചെന്നു. അവിടെ ഭക്ഷണ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഞാനും ചെന്ന് ഭക്ഷണം കഴിച്ചു. അപ്പവും ബീഫും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നന്ദു ഐസ്ക്രീം, ഇത് എത്രാമത്തെ ഐസ്ക്രീമാണെന്ന് നമുക്കറിയത്തില്ല, 3ഓ 4ഓ ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞെണുങ്ങി നിൽക്കുകയാണ് ഐസ്ക്രീം നിന്നുകൊണ്ട്. അങ്ങനെ വീടിൻ്റെ ഒരു ഫോട്ടോ ആണ് കാണുന്നത്. ഇതാണ് വീട്ടുകാർ, നന്ദുവിൻ്റെ ചിറ്റയും കൊച്ചനും അവിടെ കസിൻസുമാണ് നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഈ കൊച്ച് വീട് ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജങ്കാറിൽ കയറി വൈക്കത്തേക്ക് പോരുവായിട്ട്. ടാറ്റാ.